നിങ്ങളെ കാരാട് ഭാഗത്തൊക്കെ ഉണ്ട് അറിയില്ല, ചില ചെക്കന്മാരൊക്കെ ഉണ്ട്. ചെക്കന്തിയ മനഃപൂർവ്വം പറയാനിട്ടാ ഞാൻ അങ്ങനെ പറയാ. അത് ഇവിടുത്തെ കുട്ടികളൊന്നും പെടൂല. ലണ്ടനിലെ ചെറുപ്പക്കാർ കുട്ടികളെ പെടുള്ളൂ, ഇവിടുത്തെ ഒരു പെടൂലെന്ന് കുട്ടികളും. ചില ചെക്കന്മാരുണ്ട് കല്യാണം കഴിക്കോളം ഉമ്മ ഉമ്മ കരളാണ്, മുത്താണ്, ബാപ്പ എല്ലാം അങ്ങനെയാ. കല്യാണം കഴിച്ച ഒരു മാസം കല്യാണം കഴിഞ്ഞാ പിന്നെ ഇതുവരെ ഉള്ള ബാപ്പയെ കുറിച്ചുള്ളൊരു ചിത്രം ഇവന്റെ മനസ്സിൽ വേറൊന്നായി മാറും. അള്ളാഹ് കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അത് വല്ലാത്തൊരു അപകടം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമ്മയോടും ബാപ്പയോടും കൂടെ ഒരു സ്നേഹക്കുറവ് വന്നാ മോനെ നമ്മുടെ ആഖിബത്ത് കേടുവരും, കേടുവരും. നമ്മൾ പൊട്ടിക്കരയുകയല്ലാതെ രക്ഷയില്ല. കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ഉമ്മ രണ്ടായി പോകരുത്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചില ആളുകൾക്ക് അങ്ങനെ മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് ഖാല റസൂലുള്ളാഹി. ക്ഷീണറ്റായ ഉറക്കാണ് ചൊല്ലിക്കൊളി, അതൊക്കെ ഉള്ളു നമുക്ക്. ഖാല റസൂലുള്ളാഹി. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ വഅദ് പറയുന്ന മുസ്ലിയാരെങ്ങാനും ഞാൻ എന്റെ ഉമ്മയെ കുറിച്ച്, ഞാൻ എന്റെ ഉമ്മയെക്കാളും എന്റെ ഭാര്യക്ക് വല്ല സ്ഥാനം കൊടുത്താൽ ഞാൻ അബൂജഹലിനെക്കാളും ശാപമുള്ളവനാണ്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. എന്താണ് നാട്ടുകാരെ കേൾക്കുന്നത്? മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി. ഉമ്മയെക്കാളോ ബാപ്പയെക്കാളോ ഭാര്യമാർക്ക് സ്ഥാനം കൊടുക്കുന്ന എത്ര വഅദ് പറയുന്ന മുസ്ലിയാരാവട്ടെ അവൻ അബൂജഹലിനെ പോലെ, അബൂജാഹിലിനെ പോലെ ശാപത്തിന്റെ ഉടമയാണെന്നാ ദീന് പഠിപ്പിച്ചത്. അല്ലാഹു തആല കാക്കട്ടെ. ചില കുട്ടികൾ കല്യാണം കഴിഞ്ഞാലേ നോക്കി, നിങ്ങൾ എനിക്ക് പരിചയമുള്ള ഒരുത്തൻ കല്യാണം, അതുവരെ ഉമ്മ ചക്കരയായിരുന്നു, ബാപ്പ തേങ്ങയും ചക്കര ഒക്കെ തന്നെ ആയിരുന്നു. കല്യാണം കഴിഞ്ഞു. അങ്ങനെ അവള് വൈകുന്നേരം വീട്ടിൽ ചെന്നപ്പോ അവള് താടിക്ക് കൈയെടുത്തിരിക്കണ്ട്. ഇവൻ പറഞ്ഞ പതാട്ട, ഞാൻ ഈ നേതൃത്വത്തെ ഇരുത്തിങ്ങനെ ഓരോ മിസാലുകൾ പറയല്ല, വാക്യത്ത. അങ്ങനെ ഇവൾ താടിക്ക് കൈയെടുത്തിരിക്കുന്നു. ഇവങ്ങനെ പോയപ്പോ അവള് കരച്ചില്. എന്താ കരച്ചില്? ഈ ചില പെൺകുട്ടികൾ കള്ളക്കരച്ചില് ഓവറാ, അങ്ങനെ കരയും. അപ്പൊ ഇവള് എന്താടി ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞ പദന്തരങ്ങള്, നിങ്ങളെ ഉമ്മാന്റെ ഒരു മാസമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളെ ഉമ്മാന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല, ഞാൻ എന്റെ വീട്ടിൽ പോക, ഒരൊറ്റ കരച്ചില്. ആ വാക്കങ്ങ് കേട്ടപ്പോ ഈ ചെക്കൻ പറയ ഭാര്യയോട്, മാറ്റ്, ഡ്രസ് എടുക്ക്, ബാഗ് എടുക്ക്. എന്നിട്ട് എടുപ്പിച്ച് ഒറ്റ മാസത്തെ ബന്ധാനിട്ട ഈ തള്ളന ആണും പെണ്ണുമായിട്ട് ഈ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഉള്ളൂ. വേറൊറ്റ ആൺകുട്ടിയില്ല, പെൺകുട്ടിയില്ല. അങ്ങനെ ആ തള്ളങ്ങനെ ഇരിക്കുമ്പോ ബാഗ് എടുപ്പിച്ചിട്ട് ഇവരങ്ങനെ ഇറക്കിക്കൊണ്ടുക ഭാര്യനെ. അപ്പൊ ഈ തള്ള മോളെ, മരിയോളെ വിളിക്കാൻ മോളെ കൂട്ടാക്കിയില്ല. അവസാനം ബാപ്പടപെട്ടു. പാവൻ സാധുപ്പ പുറത്തിറങ്ങിട്ട് മോനെടാ, മോനെ ആ വാപ്പ അങ്ങനെ പോണ്. ഈ മരിയോളി മകന്റെ പിന്നാലെ കൂട്ടാക്കിയില്ല എന്ന് പറയും. അവൻ നേരെ പോയി ഭാര്യ വീട്ടിലേക്ക്. ഭാര്യ വീട്ട മഹലിന്റെ പേര് പറഞ്ഞ നിങ്ങൾക്കൊക്കെ അറിയണ മഹലിന്. നേരെ ഭാര്യ വീട്ടിലേക്ക് അങ്ങ് പോയി. എത്തിയപ്പോഴേക്കും അവിടെ എത്തിയ ഉടനെ അമ്മായിമ്മ പറയാം, ഗൾഫിലുള്ള മകനെ വിളിച്ചിട്ട്, മോനെ അളിയപ്പ നമ്മളെ വീട്ടിലാ വന്നിട്ടുള്ളൂന്ന്. അളിയപ്പ വീട്ടിലാണ്, അളിയൻക്കൊരു വിസ കൊടുത്തേക്കണം. അളിയൻ വിസ എന്നൊരു വിസ ഉണ്ട്. ഇത്ര മുസീബത്ത് വിസ വേറല്ല, ഇത്ര മുസീബത്ത് വിസ. ആ കിട്ടിയവരാരും കളയരുതട്ടോ, ഈ പ്രസംഗം കേട്ടിട്ട് അങ്ങനെ കളയരുതാ വിസ. അളിയൻ വിസ എന്നൊരു ശൈത്താൻ വിസ ഉണ്ട്. അത് ഞാൻ അങ്ങനെ, അത് അവിടത്തേക്ക് മാത്രം ബാധകം, അവിടേക്കൊന്നും ബാധകമല്ല വിസ. അപ്പൊ ഏതായാലാവട്ടെ, ഞാൻ പറയുന്നത് അളിയൻ വിസ അങ്ങ് കിട്ടലും അവൻ അയച്ചു കൊടുത്തു. കേട്ടോളൂ നാട്ടുകാരെ, ഞാൻ ഈ സ്വരത്തിൽ പറയുന്നത് ഈ ചക്കര എനിക്ക് നല്ലോണം അറിയാം. അവന് നല്ല പരിചയം, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന അവർക്ക് വേണ്ട അവനെ വിളിച്ചു ഞാൻ പറയേണ്ടതൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്ത് ചെയ്തു നിങ്ങള്? അവൻ നേരെ അവൻ ഗൾഫിൽ പോയി. അയൽവാസികൾ വന്നിട്ട് പറയും, നിങ്ങളെ മോനെ ഇന്നലെ ഗൾഫിൽ പോയല്ലോ. ഒരു തള്ളനോട് നിങ്ങൾ പറയും, ബാപ്പ ഈ ഉമ്മാക്കുപ്പാക്ക് ഇവനെ ഉള്ളൂ. എന്നിട്ട് പറയാം, നിങ്ങളെ മോനെ ഇന്നലെ ഗൾഫിൽ പോയല്ലോ. അപ്പൊ ഈ തള്ള എന്താ പറയണ അറിയാ? പഠിച്ചോനെ, എന്റെ കുട്ടീനെ ഒരു സ്ഥലത്തും കൊടുക്കരുതേ അല്ലോ. ഇതാണ് എന്റെ അനുമോനെ, നമ്മളെ ഉമ്മ പാവാണ്. ആ ഭാര്യ ഉമ്മയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ഒരു പൈശാചിക. നമ്മളെ ഈ തള്ളനെ വലിച്ചെറിയരുതട്ടാ.
ഞാൻ അതേ ഈ സദസ്സിൽ എന്റെ ഉസ്താദുമാരുടെ ഉമറാക്കട മുന്നിൽ വെച്ചിട്ട് ഞാൻ എന്റെ ഈ സദസ്സിൽ ഈ ചെറുപ്പക്കാർ കുട്ടിയോട് ഞാൻ പതേ പറയുന്നു, നമ്മളാ ഉമ്മാനും ബാപ്പാനൊന്നും വലിച്ചെറിയരുത്. സാധുക്കളാണ്, പാവങ്ങളാണ്. ഈ തള്ള തോരുന്നത് എന്താ അറിയോ? എന്റെ മോനെ ഒരു അപകടത്തിലും പെടുത്തല്ലോ അല്ലോ. ഈ തള്ള തോരുന്നു. ഇവ 2 കൊല്ലം ഭാര്യ വീട്ടിലേക്കും ഭാര്യക്കൊക്കെ നിരന്തരമായ ഫോണ് കാശിയെല്ലാം. ഈ തള്ള മരിച്ചോ ജീവിച്ചോ ഈ ബാപ്പുണ്ടോ ഒരു പിടുത്തില്ല, ഫോണില്ല, ഒന്നുമില്ല. 2 കൊല്ലം കഴിഞ്ഞാൽ കുറച്ച് പറഞ്ഞ മനസ്സ് പൊട്ടും. അവ നേരെ വന്നു ഭാര്യ വീട്ടിലേക്ക്. 2 കൊല്ലം കഴിഞ്ഞിട്ട് പണ്ട മുസീബത്ത് വിസന്റെ ഊക്ക് തിരിഞ്ഞങ്ങള്, ഷൈത്താൻ വിസന്റെ ഊക്ക്, നേരെ ഭാര്യ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നിട്ട് 2 പേരും മഹല്ലൊന്നാട്ടാ. ഞാൻ അന്ന് ഹിക്കമിയില ദർശനത്തിന് മഹല്ലൊന്നാണ്. അങ്ങനെ ഈ മനുഷ്യൻ ഒരു സ്ഥലത്ത് ഞാൻ ഒരു പള്ളിയുണ്ട്. അപ്പൊ ഇയാൾ എന്നോട് വന്നിട്ട് ഇവന്റെ ഉപ്പ എന്നോട് പറയാ, അവനെ മോൻ വന്നിട്ടുണ്ട്, അവന്റെ അമ്മോഷനക്കൊക്കെ നല്ല തുണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മോഷൻ പള്ളിയിൽ നിന്ന് കാണിച്ചു കൊടുക്കാണ്, എന്റെ മരുവൻ കൊണ്ടുവന്ന തുണിയാണ്. ഒരു വാപ്പാന്റെ കൽപ്പ് പൊട്ടൂലേ, പച്ച സാധുക്കളെന്ന് വേറെ ആരൊന്നും കൊടുക്കാനില്ല. ഈ വാപ്പാനും ഉമ്മാനും എനിക്ക് അറിയണറ്റങ്ങളാണ് ഒറ്റങ്ങളാണ്. അങ്ങനെ ആ ഉപ്പ എന്നോട് പറയാവേ, എനിക്കൊന്നും തരണ്ട, അവന്റെ തള്ളക്കൊരു തുണിക്കഷ്ടം കൊടുത്തുടാനില്ലേ. എന്താണ് വേദനകൾ പറയും. അവൻ 6 മാസം ഈ തള്ളങ്ങനെ രാത്രിയായ വീടിന് വരാ വാതിലിന്റെ തൊട്ടര് വന്നു. എന്തായാലും ബാപ്പ ഉറങ്ങിട്ടെങ്കിലും എന്നെ കാണാൻ വരും. ആ ആശ വന്നില്ലാന്നവന് നേരെ പോയി നീണ്ട 10 കൊല്ലത്തോളം ഉമ്മാനെ തിരിഞ്ഞു നോക്കിയില്ല, ബാപ്പാനെ തിരിഞ്ഞു നോക്കിയില്ല. ഭാര്യ വീടിന്റെ അരികിൽ കൊട്ടാരം പണിയവന്. അങ്ങനെ വീടുദ്ഘാടനാണ്. എല്ലാരും പള്ളിക്കെന്ന് വന്നിട്ട് വെള്ളിയാഴ്ച തിങ്കളാഴ്ച സുബീക്ക വീടിരിക്കല്, വെള്ളിയാഴ്ച വാപ്പിയും അതാ അമ്മോശനിട്ടാ, അമ്മോശനും ഈ മോനൊക്കെ ക്ഷണിക്കുക. ഈ വാപ്പ അങ്ങനെ ഇരിക്കണ്ട്. ജുമാ കഴിഞ്ഞിട്ട് ആ വാപ്പ എന്താ തള്ളനോട് പോയി പറഞ്ഞറിയാ, എന്റെ കുട്ടിയുടെ കുടിയിരിക്കലാണ് അത്ര തിങ്കളാഴ്ച. അപ്പൊ നിങ്ങളോട് പറഞ്ഞില്ലേ? അപ്പൊ എന്നോടത് പറഞ്ഞിട്ടില്ല. ഈ വാപ്പ പറയും, നിങ്ങൾ ആ രംഗൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ അനുജാ, പെറ്റ ഉമ്മാനെ കൊണ്ടുപോകാതെ നമ്മുടെ വാപ്പാനെ വീടിരിക്കണ്ടെന്ന് ഉദ്ഘാടന ദിവസം നമ്മുടെ ഉപ്പാനെ വീട്ടിലിരുത്താതെ ഉമ്മയെ വീട്ടിൽ കൊണ്ടുപോയി, അടുക്കളയിൽ ഉമ്മയെ കൊണ്ടുപോയി, പാലുകാച്ചെന്ന തലത്ത് നമ്മുടെ ഉമ്മാനെ കൊണ്ടുപോകാതെ എത്ര വലിയ മഹാന്മാരെ കൊണ്ടുവന്നാലും എത്ര വലിയ ഉസ്താദുമാരെ കൊണ്ടുവന്നാലും ആ തങ്ങൾ വന്നു, ആ ഉസ്താദ് വന്നു എന്ന് പറയാൻ പറഞ്ഞു പോയാലും അല്ലാഹു നിനക്ക് ബറക്കത്ത് നൽകില്ല. നിന്റെ ഉമ്മാനെ വലിച്ചെറിഞ്ഞ് ആകാശത്തിന്റെ ചുവട്ടിലുള്ള ആരൊക്കെ കൊണ്ടുപോയാലും അല്ലാഹു നിന്റെ വീട് ഖറാബാക്കി കളയും. ആ വീട് ശൈത്താനിന്റെ വീടാണ്, ആ വീട് പിശാചുക്കളുടെ വീടാണ്. ഉമ്മാനെ വലിച്ചെറിഞ്ഞിട്ട് ആരെ കൊണ്ടുപോയിട്ട് എന്താ വീട്ടില്? വെറുതെയാണ് ചെറുപ്പക്കാരെ, വെറുതെയാണ്. ഇരിക്കട്ടെ, ഞാൻ അതിനല്ല പറഞ്ഞു വരുന്നത്. വീടുദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഈ ബാപ്പിയും തള്ളി ഇങ്ങനെ വരാന്തീതി ഇരിക്കുമ്പോ ഇറച്ചിയും പൊറാട്ടൊക്കെ കഴിച്ചിട്ട് നാട്ടുകാരെ ഇവരരികിലൂടെ ഇങ്ങനെ പോകുക. അപ്പൊ ഒരുത്തിരി ചോദിച്ച് തള്ളനോട്, നിങ്ങളെ മോന്റെ കുടിരിക്കലാണല്ലോ, നിങ്ങൾ എന്താ പോയില്ലേ? നിങ്ങൾ പറയാ തള്ളന്റെ വേദന എത്ര ഉണ്ടാവും. എന്തോ ആവട്ടെ, ഞാൻ പറയുന്നത് വീടിരിക്കൽ കഴിഞ്ഞു. ഇവനൊരു യാത്രയിൽ അപകടത്തിൽപ്പെട്ടു. അന്ന് താലൂക്ക് ആശുപത്രിയാണ് മഞ്ചേരി താലൂക്ക് ആശുപത്രി. അങ്ങനെ ഇവൻ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചത് ഉമ്മ. അയൽപക്കത്തുള്ളവർ പറഞ്ഞു, നിങ്ങളെ മോനക്ക് നിങ്ങളെ കുരുത്തക്കേട് എത്തിയിട്ടുണ്ട് ഈ തള്ളനോടെ. അപ്പൊ എന്തേ ചോദിച്ചപ്പോ അവൻ അപകടത്തിൽപ്പെട്ടിട്ട് മഞ്ചേരി ആശുപത്രിയിലുണ്ട്. ഈ തള്ളൊരു ഡ്രസ് മാറ്റാൻ നിന്നില്ല. 10 കൊല്ലം കഴിഞ്ഞു. ഈ ഉമ്മ ആ ധരിച്ച ഡ്രസ് ഓടി ആ മഞ്ചേരി ആശുപത്രിയിൽ ചെന്നിട്ട് ബോധം കെട്ട് കിടക്കുന്ന മകന്റെ ചുണ്ടത്ത് ഈ ഉമ്മ വെള്ളമൊഴിച്ചു കൊടുത്തപ്പോ അവൻ കണ്ണു തുറന്നു. മക്കളെ, ചെറുപ്പക്കാരെ, അപ്പൊ ഈ തള്ള വരെ, മോനെ ഉമ്മേണടാ, മോനെ ഉമ്മേണടാ. എന്റെ അനുജ, പിടയുന്ന അമ്മായും എത്തിയിട്ടില്ല, പോകട്ടെ ഭാര്യ എത്തിയിട്ടില്ല, അമ്മോഷൻ വന്നിട്ടില്ല, ഈ തള്ളവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കരളെ നമ്മുടെ ഉമ്മ. എന്ത് പറഞ്ഞാലും എന്ത് കൊല്ലാനാക്കിയാലും നമ്മളൊന്ന് പിടഞ്ഞോക്കട്ടെ. അവിടെ നമ്മുടെ തള്ളയെത്തും. പാവങ്ങളാണ്, സാധുക്കളാണ്. ആ പാവങ്ങളെ വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടോ? അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ബറക്കത്ത് നൽകില്ല. അല്ലാഹു തആല കാക്കുമാറാവട്ടെ.